നമസ്കാരം. വിശ്വാസി സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്ത. ശബരിമല തന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് മൗനാനുവാദം നൽകി, സ്പോൺസർഷിപ്പിലെ കള്ളക്കളികൾക്ക് ഒത്താശ ചെയ്തു. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ളത് 2 പതിറ്റാണ്ടുകളുടെ ബന്ധമെന്നും, ശബരിമലയിലേക്കുള്ള പോറ്റിയുടെ എൻട്രി, പ്രത്യേക സ്വാധീനങ്ങൾ ഇവയെല്ലാം തന്ത്രി വഴി നേടിയെടുത്തതാണെന്നും SIT പറയുന്നു. SIT അന്വേഷണത്തെ തുടർന്ന് സ്വർണ്ണക്കൊള്ള കേസിലെ 11ാമത്തെ അറസ്റ്റാണ് തന്ത്രിയുടേത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ കണ്ഠരര് രാജീവരെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ നീക്കം. മറ്റൊരു കുരുക്ക് കൂടി കണ്ഠരര് രാജീവർ നേരിടേണ്ടതായി വരും. ഇതേ കേസിൽ ED അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. SIT പ്രതി ചേർത്ത എല്ലാവരും ED പ്രതിപട്ടികയിൽ ഉൾപ്പെടും. അറസ്റ്റിലായതോടെ തന്ത്രിയെയും ED പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. റെയ്ഡ്, സ്വത്ത് കണ്ടെത്തൽ നടപടികളും പിന്നാലെ പ്രതീക്ഷിക്കാം. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെടും. ഇതേ കേസിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ തന്ത്രിക്കെതിരെ SITക്ക് നൽകിയ മൊഴിയാണ് അറസ്റ്റിന് കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും ഒക്കെ തന്ത്രിയാണെന്നും പത്മകുമാറിന്റെ മൊഴിയിൽ പറയുന്നുണ്ട്. ശബരിമലയിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അവസാന വാക്ക് എന്ന് കരുതി പോരുന്ന ഒരാളാണ് തന്ത്രി. അത്തരത്തിലുള്ള തന്ത്രി അറിയാതെ ഭഗവാന്റെ അമൂല്യ വസ്തുക്കളിൽ ഇടപെടലുകൾക്ക് സാധ്യതയില്ല എന്നതാണ് തന്ത്രിയുടെ പങ്കിനെ പറ്റി സംശയം ഉയരാനുണ്ടായ കാരണവും. സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയെന്നും തന്ത്രി പരിചയപ്പെടുത്തിയ ആളായതിനാൽ പോറ്റിയെ വിശ്വസിച്ചെന്നും പത്മകുമാർ SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നുമുണ്ട്. എന്നാൽ സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ അനുമതി നൽകിയിട്ടില്ല എന്നതായിരുന്നു തന്ത്രി നൽകിയിരുന്ന മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി തന്ത്രിയെ കേസ് അന്വേഷണത്തിന് ചുമതലയുള്ള SIT തിരുവനന്തപുരത്തേക്ക് വിളിച്ചപ്പോഴും അറസ്റ്റ് എന്നത് ആരുടെയും ചിന്തകളിലും തന്ത്രിയുടെ ചിന്തകളിലും ഉണ്ടായിരുന്നതുമില്ല. സ്വർണ്ണക്കൊള്ള കേസിലെ മറ്റൊരു പ്രതി മുൻ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന പത്മകുമാറിന്റെ ദൈവതുല്യരായ ആളുകൾക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലും തന്ത്രിയുടെ അറസ്റ്റുമായി ഇപ്പോൾ ചേർത്ത് വായിക്കുന്നുമുണ്ട്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് അറസ്റ്റിന് ശേഷം തന്ത്രി പറഞ്ഞത്. തന്നെ കുടുക്കിയതാണ്. സ്വാമി ശരണം എന്നും മാധ്യമങ്ങളുടെ തുടർ ചോദ്യങ്ങളോടെ അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. കോടിക്കണക്കിന് വിശ്വാസികൾ പവിത്രമായി കരുതി ആരാധിച്ചു പോരുന്ന ഒരു മഹാക്ഷേത്രത്തിലെ ദൈവതുല്യനായി കണക്കാക്കി പോരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ശബരിമലയുടെയും വിശ്വാസങ്ങളുടെയും സംരക്ഷകനായി കരുതി പോരുന്ന ഒരു പുരോഹിതൻ അതിനെയെല്ലാം അട്ടിമറിക്കാൻ കാവലാളായി നിന്നു എന്ന് വരുമ്പോൾ വിശ്വാസികൾക്കുണ്ടാക്കുന്ന ഷോക്ക് എത്രത്തോളമാണെന്ന് പറയാനും സാധിക്കില്ല. താഴ്മൺ കുടുംബത്തിനാണ് ശബരിമലയിലെ താന്ത്രിക അവകാശം. പാരമ്പര്യ അവകാശമായി ഇത് കൈമാറിയും വരുന്നു. കണ്ഠരർ മോഹനർ സ്വന്തം പദവിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഏർപ്പെട്ടു എന്ന കാരണത്താലാണ് ശബരിമല തന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടത്. 2006 കേസിൽ പെട്ടതിനു ശേഷം അദ്ദേഹം പിന്നീട് ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുമില്ല. കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചതാണ് കാരണം. ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും രാജീവർക്കും സമാനമായ അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. സംരക്ഷകൻ തന്നെ കുറ്റവാളിയായി പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്ത്രി പദവിയിൽ നിന്ന് രാജീവരും മാറ്റി നിർത്തപ്പെടുമോ, ചരിത്രം ആവർത്തിക്കുമോ എന്നതെല്ലാം ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. ഹൈക്കോടതിയുടെ നിലപാടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങളും ഇക്കാര്യത്തിൽ പ്രധാനമായ ഘടകങ്ങൾ തന്നെയാണ്. അയ്യപ്പന്റെ പ്രതിരൂപമായി കണക്കാക്കി വിശ്വാസികൾ ആദരിക്കുന്ന തന്ത്രി പദവി വഹിക്കുന്നവർ ഇത്തരത്തിലല്ല പദവിക്ക് ചേരാത്ത പ്രവൃത്തികളിൽ ഉൾപ്പെട്ട് പ്രതിസ്ഥാനത്തേക്ക് എത്തപ്പെടുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഈ വാർത്തകളൊന്നും ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തും മലയാളിക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിയെ പോലും ശബരിമല മാറ്റിമറിക്കുന്നതും ചിലപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ളതുമാണ്. അയ്യപ്പനെ അത്ര കണ്ട് വിശ്വസിച്ച് നെഞ്ചിലേറ്റുന്ന വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് താനും. അവർക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.